വർഷ വസുദേവ് ആദ്യമായി സംവിധാനം ചെയ്ത് ഇന്ദ്രൻസ് മധുബാല പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിന്ന ചിന്ന ആസൈ സിനിമ കണ്ടു. സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതിലെ പ്രധാന കഥാപാത്രമായ മധുബാല ലീല എന്ന് പറയും. ലീല ഒരു ഗ്യാങ്ങായിട്ട് വാരണാസിയിലെത്തുന്നതും അവിടെ അവർ ഒറ്റപ്പെട്ടു പോകുന്നതും ഈ ഗ്യാങ്ങിൻ്റെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ നിന്ന് മിസ്സായി ഒറ്റപ്പെട്ടു പോകുന്നതും അങ്ങനെ ഒറ്റപ്പെടുമ്പോൾ കൂടെ ഒരാൾ സഹായത്തിനെത്തുന്നതും അവരുടെ കൂടെ വന്നവരെ തേടി പിന്നീടുള്ള അവരുടെ വാരണാസിയിലെ യാത്രയാണ് ഈ സിനിമ കാണിക്കുന്നത്. കൂടെ നമ്മുടെ ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം മാധവൻ മാഷ്. പടം തുടങ്ങി ലീലയും മാധവനും കണ്ടുമുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ മുതലേ എനിക്ക് ബോറടിച്ചു തുടങ്ങി. സീരിയസ്ലി നല്ല രീതിയിൽ ബോറടിച്ചു തുടങ്ങി. ഇത് എങ്ങോട്ടാ പോകുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ചൊന്നുമില്ല. ഇവർ പരസ്പരം ഇവരുടെ ഒരു ട്രാവൽ, ആ ട്രാവലിൽ നമുക്ക് കണ്ടിരിക്കാൻ തക്കതായിട്ടുള്ള ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എസ്പെഷ്യലി ആദ്യ പാതിയിൽ മധുബാലയുടെ പെർഫോമൻസ്, മധുബാലയുടെ അഭിനയത്തിലേക്ക് വരുമ്പോൾ എന്താ പറയുക, എനിക്കത് കാണുമ്പോൾ ഒരു ഓഡ് ഫീലിംഗ്, ഒരു വിയേഡ് ഫീലിംഗ് എനിക്ക് തോന്നി. മധുബാലയെ കണ്ടു തുടങ്ങുന്ന മുതൽ അങ്ങോട്ട് ഒരു വിയേഡ് ഫീലിംഗും ഫേസ് എക്സ്പ്രഷൻസും മുഖത്തെ എന്താ പറയുക, അത് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല. എനിക്കങ്ങനെ തോന്നി. അത് എനിക്ക് മാത്രം തോന്നിയതാണോ എന്നും എനിക്കറിയില്ല. ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്തില്ല. സെക്കൻഡ് ഹാഫ് എനിക്ക് ഓക്കെ, എക്സ്പ്രഷൻസ് അഭിനയമൊന്നും അത്ര ഇതായിട്ട് തോന്നിയില്ല. ബട്ട് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ഒരു വിയേഡ് ഫീലിംഗ് എനിക്ക് തോന്നി, ഒരു ഓടായിട്ട്. അത് സിനിമയ്ക്ക് വേണ്ടതുമല്ല, വേണ്ടതാണെങ്കിൽ ഓക്കെ പറയാം, ബട്ട് അത് സിനിമയ്ക്ക് വേണ്ടതായിട്ടും തോന്നിയില്ല. ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഓക്കെ, കുഴപ്പമില്ല, പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. എന്നാൽ പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞ് ഇന്ദ്രൻസിൻ്റെ മകളെ പരിചയപ്പെടുത്തുന്ന, ഇന്ദ്രൻസിൻ്റെ മകളിലേക്ക് പോകുന്ന ഒരു ഏരിയ എത്തുമ്പോൾ ഒരു പാട്ട് വരുന്നു. അപ്പം തന്നെ നമ്മളിങ്ങനെ മടുത്തിരിക്കുക. നമ്മളല്ല, എനിക്ക് ശരിക്കും മടുപ്പായി. ഇതിനിടയ്ക്ക് ഈ പാട്ട് കൊണ്ട് കയറി അഞ്ച് മിനിറ്റോളം ഈ പാട്ട് എങ്ങനെ തീരും എന്നുള്ള അവസ്ഥയായിപ്പോയി. വല്ലാത്തൊരവസ്ഥയായിരുന്നു ശരിക്കും. ഇതിൻ്റെ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിമിന് എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ഷോർട്ട് ഫിലിമിൽ തീർക്കേണ്ട കാര്യം വലിച്ചു നീട്ടി ഒരു 2.5 മണിക്കൂറോളം, 2.5 മണിക്കൂർ അടുത്തുണ്ട്. വലിച്ചു നീട്ടി ഇഴച്ചി ഒന്ന് മനുഷ്യനെ മടുപ്പിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരുന്നാലും അത് തീരുന്നില്ലാന്നേ, തീരത്തേ ഇല്ല. ഇങ്ങനെ അങ്ങ് പോവുക, വലിച്ചു നീട്ടി. ലാസ്റ്റ് ക്ലൈമാക്സ് പറഞ്ഞാൽ പിന്നെ അത് ഇതായിപ്പോവും. ഇല്ലെങ്കിൽ വീണ്ടും നീണ്ടുപോയനെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയെപ്പറ്റി ഈ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. എനിക്ക് തിയേറ്ററിൽ എങ്ങനെ ഫീൽ ചെയ്തു, എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് ചിലപ്പം എക്സ്പീരിയൻസ് വേറെ ആയേക്കാം. സോ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ, ഇനി കാണാൻ പോകുന്നവരാണെങ്കിൽ എല്ലാവരും സിനിമ കണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ, ഇനി സിനിമ കാണാതെ ഇനി നിങ്ങൾ കാണാൻ പോയിട്ട് ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.